മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാന്റെ പ്രീ റിലീസ് പ്രൊമോഷൻ ഭാഗമായി ദേശീയ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജ് ഇപ്പോൾ. ലൂസിഫർ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്ത നായക വേഷത്തിന് ഏറ്റവും യോഗ്യനായ നടൻ ഷാറുഖ് ആണെന്ന് പറയുകയാണ് പൃഥ്വിരാജ്. ഫിലിം ബൾബിറ്റി നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. 2019 ലൂസിഫർ ഹിന്ദിയിൽ റീമേക്ക് ചെയ്യാൻ സാധിച്ചില്ലെന്നും എന്നാൽ കഴിഞ്ഞ 5-6 വർഷത്തിനായി സിനിമാ വ്യവസായത്തിൽ സംഭവിച്ച മാറ്റങ്ങളാണ് ഇപ്പോൾ എമ്പുരാൻ 5 ഭാഷയിൽ എടുക്കാൻ കാരണമായെന്നും പൃഥ്വിരാജ് പറയുന്നു. 200 കോടി ക്ലബ്ബിൽ കയറിയ ആദ്യ മലയാള ചിത്രമോ ലൂസിഫർ എന്ന അവതാരകരുടെ ചോദ്യത്തിന് തനിക്കറിയില്ല എന്നായിരുന്നു പൃഥ്വിയുടെ മറുപടി. ചിത്രം ഒരു വലിയ ഹിറ്റ് ആയിരുന്നു മാത്രമാണ് താരം കൂട്ടിച്ചേർത്തത്. ടീസർ കണ്ടിട്ടുള്ള ആളുകളെല്ലാം പ്രതീക്ഷിച്ചെല്ലാം മാർച്ച് 21 തീയതി സഫലമാകട്ടെ എന്ന് പൃഥ്വിരാജ് പറഞ്ഞു. 2019 ലൂസിഫർ ഇറങ്ങിയതിനു ശേഷം രണ്ടാം ഭാഗത്തിന് 6 വർഷത്തോളം സമയമെടുത്തതിന് പിന്നിൽ കോവിഡ് മഹാമാരിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എമ്പുരാൻ താൻ സംവിധാനം ചെയ്യേണ്ടിയിരുന്ന രണ്ടാമത്തെ ചിത്രമായിരുന്നു. 2020 തുടക്കത്തിൽ ചിത്രീകരണം തുടങ്ങേണ്ടതായിരുന്നു. പിന്നെയാണ് കോവിഡ് വരുന്നതും തങ്ങളുടെ പദ്ധതികളെല്ലാം തകിടം മറിക്കുന്നതെന്നും പൃഥ്വി വ്യക്തമാക്കി. അതേസമയം ലൂസിഫർ ഹിന്ദിയിൽ സംവിധാനം ചെയ്യുകയാണെങ്കിൽ അതിന്റെ മോഹൻലാലിന് പകരം ആരാകും നായകനാകുക എന്ന ചോദ്യത്തിന് ഷാറുഖ് ഖാൻ എന്നായിരുന്നു പൃഥ്വിയുടെ ഉടനടിയുള്ള മറുപടി. ഹിന്ദിയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ അമിതാഭ് ബച്ചൻ ആണെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.